ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജീവൽ പ്രധാനമായ ആവശ്യങ്ങൾക്കായി സർക്കാർ സംവിധാനങ്ങളെ സമീപിക്കുന്ന സാധാരണക്കാരെ വട്ടം കറക്കുന്നവർ സ്വകാര്യ വ്യക്തികൾക്ക് ലാഭമുണ്ടാക്കാൻ കാണിക്കുന്ന അമിതാവേശത്തിന്റെ അർത്ഥം എന്തായിരിക്കും? കോഴിക്കോട് ബീച്ചിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി കൂറ്റൻ പന്തലിന്റെ നിർമ്മാണം നിർബാധം തുടരുകയാണ്. അധികൃതർ പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ബിജിമോൾ MLA-ക്കെതിരെ KC അബുവിന്റെ പരാമർശം വിവാദത്തിലേക്ക്. പ്രതിഷേധവുമായി ഇടതു സംഘടനകൾ. നിയമങ്ങൾ കാറ്റിൽ പറത്തി കടൽ തീരത്ത് വാണിജ്യ പ്രദർശന പന്തൽ. വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും നിർമ്മാണം തുടരുന്നു. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണം സാമ്പത്തിക വർഷാവസാന ദിവസങ്ങളിൽ തടസ്സപ്പെടുത്തുന്ന സമീപനം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. വാർത്തകൾ വിശദമായി. നിയമസഭയിലെ അക്രമങ്ങൾക്കിടയിൽ മന്ത്രി ഷിബു ബേബി ജോൺ ബിജിമോൾ MLA-യെ തടഞ്ഞത് സിനിമയിലെ പ്രണയരംഗങ്ങൾ പോലെയാണെന്ന് DCC പ്രസിഡന്റ് KC അബു. രണ്ടുപേരും അത് എൻജോയ് ചെയ്യുകയായിരുന്നുവെന്നാണ് തനിക്ക് തോന്നിയതെന്നും KC അബു കോഴിക്കോട്ട് പറഞ്ഞു. സുപ്രസിദ്ധ സിനിമാ സംവിധായകനായ ബാലചന്ദ്ര മേനോനെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സിനിമയിലെ ആ സീനിനേക്കാൾ കുറച്ചുകൂടി നന്നായത് ഈ ഷിബു ബേബി ജോണും ഈ ബിജുമോളും നിൽക്കുന്ന ആ രംഗങ്ങളാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, രണ്ടുപേർക്കും പരാതിയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, രണ്ടുപേരും എൻജോയ് ചെയ്തതായിട്ടാണ് സത്യത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു. എനിക്കും അത് തോന്നി. 62 വയസ്സ് പ്രായമായ എനിക്ക് ഇത്രയും വർഷത്തെ ഒരു ലോങ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കുടുംബജീവിതമൊക്കെ നയിച്ചിട്ട്. സ്ത്രീകൾ ഇങ്ങനെ പണിയാൽ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അവരുടെ മുഖത്ത് പരിഭവം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അനുഭവജ്ഞാനമൊക്കെ എനിക്കുണ്ട്. എനിക്കും തോന്നി രണ്ടുപേരും തീർച്ചയായും അതൊരു എൻജോയ് ചെയ്തപോലെ ഒരു പരാതിയും വിജിമോൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. ശരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിച്ച DCC പ്രസിഡന്റ് KC അബുവിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് AIYF നേതൃത്വത്തിൽ DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൃഷ്ണപിള്ള മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് വയനാട് റോഡിൽ തടഞ്ഞു. തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. R ശശി, P ഗവാസ്, PK നാസർ, KC അൻസാർ എന്നിവർ നേതൃത്വം നൽകി. വഴിയാത്ര പോലും തടസ്സപ്പെടുത്തുന്ന വിധം കോഴിക്കോട് ബീച്ചിൽ അക്വാ പെറ്റ് ഷോയ്ക്കായി കൂറ്റൻ പന്തൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെയാണ് സ്വകാര്യ വ്യക്തികൾ ബീച്ചിൽ പ്രദർശനത്തിന് പന്തലൊരുക്കുന്നത്. DTPC-യാണ് പോർട്ട് ഓഫീസിൽ നിന്നും അനുമതിക്കായി അപേക്ഷിച്ചത്. വിശ്രമിക്കാൻ സൗകര്യങ്ങൾ ഏറെ കുറവാണ് കോഴിക്കോട് നഗരത്തിൽ. ആകെയുള്ളത് സരോവരവും പിന്നെ മാനാഞ്ചിറയും, അത് കഴിഞ്ഞാൽ കടപ്പുറവും. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ സന്ദർശനത്തിനെത്തുന്നത് കോഴിക്കോട് കടപ്പുറത്താണ്. ഇവിടെ 100 കണക്കിന് സന്ദർശകരെ ആട്ടിയോടിക്കും വിധമാണ് ഇപ്പോൾ അക്വാ പെറ്റ് ഷോയ്ക്കായി കൂറ്റൻ പന്തലൊരുങ്ങുന്നത്. തീരദേശ രക്ഷാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയാണ് പ്രദർശനത്തിന്റെ സംഘാടകർ. പ്രദർശനത്തിനായി പോർട്ട് ഓഫീസിൽ നിന്ന് അനുമതിക്കായി അപേക്ഷിച്ചതാവട്ടെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും. സാധാരണ നിലയിൽ ബീച്ചിൽ പ്രദർശനങ്ങൾ അനുവദിക്കാറില്ല. തൊട്ടടുത്ത മറൈൻ ഗ്രൗണ്ടിലോ നഗരത്തിൽ മറ്റെവിടെയെങ്കിലോ മാത്രമേ പ്രദർശനത്തിന് അനുമതിയുള്ളൂ.
ബീച്ചിന്റെ വടക്കുഭാഗത്തുള്ള ഓപ്പൺ സ്റ്റേജ് പോലും കൂടുതൽ ദിവസങ്ങൾ ആർക്കും വിട്ടു നൽകാറില്ല. എന്നിരിക്കെയാണ് കോർപ്പറേഷന്റെ പോലും അനുമതിയില്ലാതെ ബീച്ചിൽ സന്ദർശകർ ഇരിക്കുന്ന ഭാഗത്ത് 150 അടിയിലേറെ നീളത്തിൽ ദീർഘനാളത്തെ പ്രദർശനത്തിനായി പന്തലൊരുങ്ങുന്നത്. സംഭവം വിവാദമായതോടെ ഞങ്ങളൊന്നും അറിയില്ലേ എന്ന മട്ടിൽ തടിയൂരുകയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ. പരിപാടി നടക്കുന്നത് DTPCയുടെ സഹകരണത്തോടെ അല്ലെന്നും സഹകരണം ആവശ്യപ്പെട്ട് തീരദേശ രക്ഷാ വെൽഫെയർ സൊസൈറ്റി തങ്ങൾക്ക് കത്ത് നൽകുക മാത്രമാണ് ചെയ്തതെന്നും DTPC സെക്രട്ടറി രാജീവ് ജില്ലാ വാർത്തകളോട് പറഞ്ഞു. എന്നാൽ പ്രദർശനത്തിന് അനുമതി ചോദിച്ച് തങ്ങൾക്ക് കത്ത് നൽകിയത് DTPC ആണെന്നും അനുമതി നൽകിയത് DTPC സെക്രട്ടറിക്കാണെന്നും പോർട്ട് ഓഫീസർ അശ്വിനി പ്രതാപും വിശദീകരിച്ചു. വിവാദം ഇങ്ങനെ ഒരു വശത്ത് തുടരുമ്പോഴും ബീച്ചിൽ പന്തൽ നിർമ്മാണം നിർബാധം തുടരുകയാണ്. ക്യാമറാമാൻ ജഷാദ് അച്ചുവിനൊപ്പം NP ഷക്കീർ, ജില്ലാ വാർത്തകൾ. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണം സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ തടസ്സപ്പെടുത്തുന്ന സമീപനം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. അടിയന്തരമായി പണി പൂർത്തിയാക്കി സമർപ്പിക്കുന്ന മുഴുവൻ ബില്ലുകളും മാറി മാർച്ച് 31-നകം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പുതിയ ബില്ല് സ്പിൽ ഓവർ ഫണ്ടിലെ ഒരു ബില്ല് പോലും ട്രഷറിയിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഗവൺമെന്റ് കോർഡിനേഷൻ കമ്മിറ്റി അതിന് തീരുമാനം എടുക്കുകയും 31 വരെ മാറി തരാം എന്ന് പറഞ്ഞിട്ട് പോലും ട്രഷറിയിൽ ഫൈനാൻസ് ഓർഡർ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള ഒരു ബില്ല് പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇത് വലിയ പ്രയാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ധനകാര്യ വകുപ്പിന്റെ ഇതു സംബന്ധമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ട്രഷറി അധികൃതർ ജില്ലാ പഞ്ചായത്തിന് ബില്ലുകൾ മാറിത്തരാത്തത്. ഈ സമീപനം ജില്ലാ പഞ്ചായത്തിന് പണം ചിലവഴിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, പ്രവൃത്തി പൂർത്തീകരിച്ച കോൺട്രാക്ടർമാർ പ്രതിസന്ധിയിൽ അകപ്പെടുകയുമാണ്. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി കോടികളുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് പണം ട്രഷറിയിൽ നിന്നും മാറിക്കിട്ടാനിരിക്കെ ദിനംപ്രതി 1 കോടി എന്നത് ജില്ലാ പഞ്ചായത്തിന് ശ്വാസം മുട്ടിക്കുന്ന തീരുമാനമാണ്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലെ ഇത്തരം സമീപനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അടിയന്തരമായി സർക്കാർ ഇക്കാര്യത്തിൽ സമീപനം തിരുത്തണമെന്നും ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു. വടകര മേമുണ്ടയിൽ ബൈക്ക് യാത്രക്കാരൻ ടിപ്പർ ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചു. തീക്കുനി സ്വദേശി നാരക്കോളി ലിഗേഷാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. റോഡിൽ നിന്ന് ബൈക്ക് തെന്നിമറിഞ്ഞപ്പോൾ ലോറിക്കടിയിൽപ്പെടുകയായിരുന്നു. മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം വൈകിട്ട് ദേശീയപാതയിൽ ഒരാൾ ലോറി ഇടിച്ച് മരിച്ചിരുന്നു. വാർത്തകളിൽ ഒരിടവേള. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. വിദേശ നിർമ്മിത ഫിഷ് അക്വേറിയങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. വിവിധ തരം അക്വേറിയങ്ങൾ, ആക്സസറീസുകൾ, ഫൗണ്ടൻ തുടങ്ങിയവ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു. ഈ ഓഫർ ഏതാനും ദിവസത്തേക്ക് മാത്രം. പിക്കാസോ, അമൃത ആർക്കേഡ്, മിംസ് ഹോസ്പിറ്റലിന് സമീപം, നിയർ PNB, മിനി ബൈപാസ് റോഡ്, കോഴിക്കോട്. ഫോൺ നമ്പേഴ്സ് 8714271215, 9249500838. കല്യാൺ സിൽക്സിന്റെ തൊടുപുഴയിലെ ഉദ്ഘാടനം കഴിഞ്ഞുട്ടാ. ഇനിയിപ്പോ തർക്കിക്കാനൊന്നും നിൽക്കേണ്ട കടി. മാർച്ച് 25-ന് നമ്മുടെ കുന്നംകുളത്ത് തന്നെ കല്യാൺ സിൽക്സ് വരിക. താമസിച്ച് മാർച്ച് 25-ന് കുന്നംകുളത്താണെങ്കിൽ ഏപ്രിൽ 6-ന് ആറ്റിങ്കലിലാണ് കല്യാൺ സിൽക്സിന്റെ ഇനോഗ്രേഷൻ. മാർച്ച് 25-ന് കുന്നംകുളത്തും ഏപ്രിൽ 6-ന് ആറ്റിങ്കലിലും ഉദ്ഘാടനം. കല്യാൺ സിൽക്സ് 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. പഠന സമ്പ്രദായത്തിൽ വന്ന ഡിജിറ്റൽ ക്ലാസ് മുറി പോലുള്ള സംവിധാനങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയരുവാൻ സഹായിക്കുന്ന മുഖ്യ ഘടകമാണെന്ന് ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ്. മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ചു കിട്ടിയ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു.
പഠന സമ്പ്രദായത്തിൽ വന്ന ഡിജിറ്റൽ ക്ലാസ് മുറി പോലുള്ള ആധുനിക സംവിധാനങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയരുവാൻ സഹായിക്കുന്ന മുഖ്യ ഘടകമാണെന്ന് ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ദിവസം അവസാനിക്കാൻ ബാക്കി നിൽക്കെ ഈ പണത്തിന്റെ വിനിയോഗം സാധ്യമാണ്. അങ്ങനെ വിനിയോഗം സാധ്യമാക്കാൻ കഴിയാത്ത ചില പദ്ധതികളുടെ പ്രയോജനം കൂടി കിട്ടേണ്ടവരാണ് നിങ്ങളെന്ന് നമ്മൾ സത്യം. ടച്ച് സ്ക്രീൻ സൗകര്യമുള്ള സ്മാർട്ട് ബോർഡ്, ലാപ്ടോപ്പ്, പ്രൊജക്ടർ, ഓഡിയോ സിസ്റ്റം, UPS, കോഡ്ലെസ് മൈക്ക് തുടങ്ങിയ വിവിധ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഡിജിറ്റൽ ക്ലാസ് റൂം. ചടങ്ങിൽ കോഴിക്കോട് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ P. ഉഷാദേവി അധ്യക്ഷം വഹിച്ചു. മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ D. ശുഭമ്മ, PTA പ്രസിഡന്റ് ഷെയ്ഖ് ഷർഫുദ്ദീൻ, RDD HSC നൌഷാദ്, കൌൺസിലർ P. കിഷൻചന്ദ്, പ്രധാന അധ്യാപകൻ KS ഹർഷൻ, സ്റ്റാഫ് സെക്രട്ടറി ജഗൽകുമാർ, PTA വൈസ് പ്രസിഡന്റ് VT പ്രസന്നകുമാർ, സീനിയർ അസിസ്റ്റന്റ് മീനാകുമാരി B, മദർ PTA ചെയർപേഴ്സൺ സഫീറ TK, CK സതീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കരിപ്പൂർ വിമാനത്താവളം റൺവേ നവീകരണത്തിലെ ആശങ്കകൾ പരിഹരിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മലപ്പുറം പാർലമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രാവകാശ സമരം സംഘടിപ്പിച്ചു. വിമാനത്താവളത്തിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ഷാഫി പറമ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വിമാനത്താവളം റൺവേ നവീകരണത്തിലെ ആശങ്കകൾ പരിഹരിക്കുക, വിമാനയാത്രാക്കൂലി ക്രമാതീതമായി ഉയർത്തിയ നടപടി പിൻവലിക്കുക, എയർ കൊറിയർ യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് മലപ്പുറം പാർലമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഹജ്ജ് ഹൌസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ലുക്മാൻ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് നടന്ന വിശദീകരണ യോഗം ഷാഫി പറമ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. റിയാസ് മുക്കോളി, ജയ്സൽ എളമരം, ലത്തീഫ് കട്ടാലങ്ങൾ, KK റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഫൗണ്ടേഷൻ ഫോർ ആർട്ട് ആൻഡ് കൾച്ചർ എഡ്യൂക്കേഷനും മ്യൂസീഷ്യൻ ആർട്ടിസ്റ്റ് അസോസിയേഷനും ചേർന്ന് കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ 38ാം ചരമവാർഷിക പരിപാടി സംഘടിപ്പിച്ചു. പ്രശസ്ത വയലിനിസ്റ്റ് CM വാടിയിലിന് അബ്ദുൽ ഖാദർ പുരസ്കാരം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂർ സമ്മാനിച്ചു. അനുഗ്രഹീത ഗായകൻ കോഴിക്കോട് അബ്ദുൽ ഖാദറിന് നഗരത്തിന്റെ സംഗീതാഞ്ജലി. അബ്ദുൽ ഖാദറിന്റെ അനശ്വരകാര്യങ്ങൾ കേട്ട് നഗരസന്ധ്യ മിഴിയടച്ചു. ഫൗണ്ടേഷൻ ഫോർ ആർട്ട് കൾച്ചറൽ എഡ്യൂക്കേഷനും മ്യൂസീഷ്യൻ ആർട്ടിസ്റ്റ് അസോസിയേഷനും സംയുക്തമായാണ് കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ 38ാം ചരമവാർഷികം ആചരിച്ചത്. ടൗൺ ഹാളിൽ നടന്ന പരിപാടി NC അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കോഴിക്കോട് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വ ഉടമകളാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായി എല്ലാം കൂട്ടായ്മയിലൂടെ കലാരംഗത്ത് വളർന്നവരെ പ്രോത്സാഹിപ്പിക്കുക. N. സുഭാഷ് ബാബു അധ്യക്ഷനായിരുന്നു. അബ്ദുൽ ഖാദർ പുരസ്കാരം പ്രശസ്ത വയലിനിസ്റ്റ് BM വാടിയിലിന് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ സമ്മാനിച്ചു. ഗായകൻ VT മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി. K. സലാം, K. സുബൈർ, മണികണ്ഠൻ തറാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംഗീത സന്ധ്യ, മധുരിക്കും ഓർമ്മകൾ അരങ്ങേറി. വിധിയെ തോൽപ്പിക്കാൻ കരുത്തുള്ള മനസ്സുമായി സ്വയം സംരംഭകരായ 2 യുവാക്കൾ കൊയിലാണ്ടിക്കാരുടെ ദാഹമകറ്റാൻ ഔഷധ ഗുണമുള്ള മാങ്ങാ സംഭാരവുമായി വഴിയോരത്ത് കാത്തിരിക്കുകയാണിവർ. തിരൂർ ഗാന്ധിയൻ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെ സാങ്കേതിക ജ്ഞാനത്തിലാണ് ഇവർ വഴിയാത്രക്കാർക്ക് 10 രൂപയ്ക്ക് ഗുണമേന്മയുള്ള സംഭാരം നൽകുന്നത്. ബിജുവിന്റെയും സജീഷിന്റെയും വ്യത്യസ്ത സംഭാര കഥയാണ് ഇനി. ബിജുവും സജീഷും ഇക്കഴിഞ്ഞ ഫെബ്രുവരി 3 ആരംഭിച്ച മാങ്ങാ സംഭാര വിൽപ്പന ഒരു മാസത്തിനപ്പുറം കൊയിലാണ്ടിക്കാരുടെ ഇഷ്ടപാനീയമായിരിക്കുകയാണ്. പേരാമ്പ്ര ഭാഗത്തേക്കുള്ള റോഡിൽ ടോൾ ബൂത്തിന് സമീപത്തായി ഇവർ വിൽപ്പന നടത്തുന്ന മാങ്ങാ സംഭാരത്തിന് ആവശ്യക്കാർ ഏറെയാണിപ്പോൾ. മലപ്പുറത്തെ തിരൂർ ഗാന്ധിയൻ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന നഴ്സാണ് മാങ്ങാ സംഭാരത്തിന്റെ കൂട്ട് ബിജുവിനും സജീഷിനും പഠിപ്പിച്ചു നൽകിയത്. പച്ചമാങ്ങ, മല്ലിച്ചപ്പ്, കറിവേപ്പില, ഇഞ്ചി, കാന്താരിമുളക്, ഉപ്പ്, വെള്ളം എന്നിവ ആവശ്യാനുസരണം ചേർത്ത് തയ്യാറാക്കുന്ന മാങ്ങാ സംഭാരത്തിന് 10 രൂപയാണ് വില. വഴിയാത്രക്കാരും വാഹനയാത്രക്കാരുമായ നിരവധി പേർ ആവശ്യക്കാരുണ്ടെങ്കിലും ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനാൽ 10 മണി മുതൽ ഉച്ചവരെയാണ് സംഭാരത്തിന് വിൽപ്പന നടത്തുന്നതെന്ന് ബിജു പറയുന്നു. ദാഹം അകറ്റുന്നതോടൊപ്പം ഔഷധ ഗുണമുള്ളതാണ് മാങ്ങാ സംഭാരമെന്ന് സജീഷ് സൂചിപ്പിച്ചു. കണ്ണൂരിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് 2.5 വർഷം മുൻപ് ബിജുവിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത്. മരണത്തെ മുഖാമുഖം കണ്ടിടത്തു നിന്നും തിരിച്ചു കയറിയ ബിജുവിന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വന്നത്.
ഒടുവിൽ വിധിയെ വെല്ലുവിളിച്ച് BA പഠനം പൂർത്തിയാക്കുവാൻ ക്ലാസ്സിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. മരുന്ന് വാങ്ങാനും കുടുംബത്തെ സംരക്ഷിക്കാനും സ്വന്തം കാലിൽ ജീവിക്കാൻ കരളുറപ്പ് കാണിച്ച ഈ യുവാവ് സമൂഹത്തിന് തന്നെ മാതൃകയാണ്. ഈ ചൂട് സമയത്ത് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വിഭവമാണ് മാങ്ങാസംഭാരം. ഗാന്ധിയൻ പ്രകൃതി ചികിത്സാലയത്തിലെ ഡോക്ടർ രാധാകൃഷ്ണൻ സാറാണ് ഞങ്ങൾക്ക് മാങ്ങാസംഭാരത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. കേരളത്തിൽ ഇന്ന് 2 സ്ഥലങ്ങളിലാണ് മാങ്ങാസംഭാരം കിട്ടുന്നത്. ഒന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂർ എന്ന പറഞ്ഞ സ്ഥലത്തും മറ്റൊന്ന് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ കൊയിലാണ്ടി താലൂക്കിലുമാണ്. സെറിബ്രൽ പൾസി ബാധിച്ച് വീടിന്റെ ഇരുട്ടുമുറിയിൽ ജീവിതം തള്ളി നീക്കിയ സജീഷ് കുമാറിനും ബിജുവിനും അത് അതിജീവനത്തിന്റെ മാർഗമാണ്. വിധിയെ തോൽപ്പിക്കാൻ കരുത്തുള്ള മനസ്സുമായി സ്വയം സംരംഭകരായ യുവാക്കളെ കൊയിലാണ്ടിക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. നല്ല രുചികരമാണ്, നല്ല സ്വാദിഷ്ടമാണ്. ഇത് കഴിച്ചാൽ നമ്മളെല്ലാ ക്ഷീണവും കാര്യങ്ങളെല്ലാം മാറുന്നത്. നല്ല ടേസ്റ്റാണ്, കുഴപ്പമില്ല. നല്ലൊരു പരിപാടിയാണ് ചിലപ്പോൾ പുതുതായിട്ട് തുടങ്ങിയത്. ഇത് കൂടുതൽ വിജയിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. നിയമസഭയിലെ സംഭവങ്ങളുടെ പേരിൽ കോഴിക്കോട് കോർപ്പറേഷൻ യോഗത്തിൽ ബഹളം. നിയമസഭയിൽ LDF-ന്റെ വനിതാ MLA-മാരെ കയ്യേറ്റം ചെയ്ത UDF MLA-മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CK രേണുകാദേവി അവതരിപ്പിച്ച അടിയന്തര പ്രമേയമാണ് കഴിഞ്ഞ ദിവസം കൌൺസിൽ യോഗം പ്രക്ഷുബ്ധമാക്കിയത്. നഗരസഭാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിശ്ചയിച്ച കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കഴിഞ്ഞ ദിവസത്തിൽ മുഖ്യ വിഷയമായത് നിയമസഭയിലെ ബജറ്റ് അവതരണവും അതോടനുബന്ധിച്ച് നടന്ന ബഹളങ്ങളുമായിരുന്നു. 2 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ നിയമസഭയിലെ വനിതാംഗങ്ങളെ അപമാനിച്ച MLA-മാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന അടിയന്തര പ്രമേയം വോട്ടിനിട്ട് അംഗീകരിച്ചു. CPM-ലെ CK രേണുകാദേവി കൊണ്ടുവന്ന പ്രമേയം 32-നെതിരെ 39 വോട്ടിനാണ് പാസ്സായത്. അതിനുശേഷം വൈകിട്ട് 5:30 കഴിഞ്ഞുള്ള സമയത്ത് 134 അജണ്ടകളും ശ്രദ്ധ ക്ഷണിക്കലുമൊക്കെ കഴിഞ്ഞ് രാത്രി 7-ഓടെയാണ് യോഗം അവസാനിപ്പിച്ചത്. മാണിക്കെതിരെ പറയുന്ന ഭരണപക്ഷം അഴിമതി കേസുകളിൽ പ്രതിയായ ഡെപ്യൂട്ടി മേയർ കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിക്കുന്നതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്ന് പ്രതിപക്ഷം ചോദിച്ചു. നഗരസഭ കൂട്ടായി എടുത്ത തീരുമാനത്തിൽ തന്നെ സാങ്കേതികതയുടെ പേരിൽ പ്രതിയാക്കുകയായിരുന്നു ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫിന്റെ വിശദീകരണം. പ്രതിപക്ഷാംഗങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് ബഹളത്തിന് കാരണമായി. NC മോയിൻകുട്ടി, പൊറ്റങ്ങാടി കിഷൻ ചന്ദ്, K സിനി, M മോഹനൻ, MT പത്മ, K മുഹമ്മദ് അലി, M രാധാകൃഷ്ണൻ മാസ്റ്റർ, സക്കറിയ P ഹുസൈൻ, OM ഭരദ്വാജ്, CS സത്യഭാമ, CP സലീം, VK മോഹൻദാസ്, VK ബാബുരാജ്, K ബാലഗോപാലൻ, ജാനമ്മ കുഞ്ഞുണ്ണി, ചേമ്പിൽ വിവേകാനന്ദൻ, KT ബീരാൻ കോയ, AV അൻവർ, ഉഷാദേവി ടീച്ചർ, PV അവറാൻ, KB ബാബുരാജ്, ലിംന സുരേഷ്, O സദാശിവൻ, M ശ്രീധരൻ, KC ശോഭിത, K ശ്രീകുമാർ, സബിത കോടി, പന്നത്ത് ദേവരാജൻ, KP അബ്ദുള്ള കോയ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. വാർത്തകളിൽ ഒരിടവേള. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് സർവകലാശാല അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനത്തിലെ കോഴ വിവാദത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഫിറോസ് കള്ളിയിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF പഞ്ചായത്തിന് മുന്നിൽ അനിശ്ചിതകാല ഉപരോധം ആരംഭിച്ചു. കോഴക്ക് ഒത്താശ ചെയ്ത VC രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് ജീവനക്കാർ ഭരണകാര്യാലയവും ഉപരോധിച്ചു. കാലിക്കറ്റ് സർവകലാശാല ഉദ്യോഗസ്ഥ നിയമനത്തിനായി 15 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെട്ട തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫിറോസ് കള്ളിയിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് LDF-ന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ അനിശ്ചിതകാല ഉപരോധ സമരം നടത്തുന്നത്.
ഫിറോസ് രാജിവെക്കും വരെ സമരം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് സമരസമിതി പ്രവർത്തകർ. ഉദ്യോഗസ്ഥ നിയമന കോഴയ്ക്ക് ഒത്താശ ചെയ്ത VC രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് ജീവനക്കാരുടെ സംഘടനയായ എംപ്ലോയീസ് യൂണിയൻ ഭരണകാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇവരെല്ലാം കൂടി വീതിക്കാൻ പോകുന്ന ഒരു സംഖ്യയുണ്ട്. അതിന്റെ ഒരു കണക്ക് നിങ്ങൾ വെറുതെ അറിയുക. 15 ലക്ഷം രൂപ ഒരു സീറ്റിന് 15 ലക്ഷം രൂപയാണെങ്കിൽ 400 സീറ്റിന് എന്ത് വിലയുണ്ടാകും എന്ന് മാത്രം നിങ്ങൾ കണക്കാക്കുക. അങ്ങനെ കണക്കാക്കിയാൽ ഏതാണ്ട് 60 കോടി രൂപയുടെ ഇടപാടാണ് ഈ ഒരു ഇന്റർവ്യൂയിലൂടെ ഇവിടെ നടക്കാൻ പോകുന്നത്. അതേസമയം കാലിക്കറ്റിൽ സംഘർഷങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ ക്യാമ്പസിൽ സ്ഥിരം സായുധ പോലീസിന്റെ ഔട്ട്പോസ്റ്റ് സ്ഥാപിക്കാൻ ഉത്തരവായിട്ടുണ്ട്. പുതിയ ഉത്തരവിനെതിരെ വിദ്യാർത്ഥികളിൽ നിന്നും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി സ്പീക്കറെ തടയുകയും അദ്ദേഹത്തിന്റെ വേദി തകർക്കുകയും ചെയ്ത് ഗുരുതരമായ ചട്ടലംഘനം നടത്തിയ ഇടതുമുന്നണിക്കും MLA-മാർക്കുമെതിരെ ഉയരുന്ന ജനരോഷം ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിനായി ഉപയോഗിക്കാൻ UDF തീരുമാനിച്ചിരിക്കുകയാണെന്ന് UDF ജില്ലാ കമ്മിറ്റി. ഇതിന്റെ ഭാഗമായി ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രചാരണ സമ്മേളനങ്ങൾ നടത്തുമെന്നും UDF ജില്ലാ നേതൃത്വം അറിയിച്ചു. സ്പീക്കറുടെ ഡയസിൽ കയറി അദ്ദേഹത്തിന്റെ ഇരിപ്പിടം തകർത്തു, കമ്പ്യൂട്ടർ തകർത്തു, ഫർണിച്ചർ തകർത്തു എന്ന് വേണ്ട എന്തൊക്കെ വൃത്തികേടുകൾ അരങ്ങേറാൻ സാധിക്കുമോ ആ തരത്തിൽ ഏറ്റവും ഹീനമായ അക്രമ ശ്രമങ്ങളാണ് അവിടെ നടന്നത്. നിയമസഭയിലെ ഇടത് പരാക്രമങ്ങൾക്കെതിരെ UDF പ്രചരണത്തിന് ഒരുങ്ങുന്നു. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ 21 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ചേരുന്ന സമ്മേളനം വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. VD സതീശൻ MLA, MP വീരേന്ദ്രകുമാർ, PT ജോസ്, ജോണി നെല്ലൂർ, CP ജോൺ, TC വിജയൻ എന്നിവർ സംസാരിക്കുമെന്ന് UDF ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. ബിലാത്തിക്കുളം ഗവൺമെന്റ് UP സ്കൂളിൽ നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനം മേയർ AK പ്രേമചന്ദ് നിർവഹിച്ചു. ചടങ്ങിൽ ഈ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ CK രാധാകൃഷ്ണന് യാത്രയയപ്പും നൽകി. വാർഡ് കൌൺസിലർ CK രേണുകാദേവി അധ്യക്ഷം വഹിച്ചു. ബിലാത്തിക്കുളം ഗവൺമെന്റ് UP സ്കൂൾ 112ാം വാർഷികം ആഘോഷിക്കുകയാണ്. സ്കൂളിൽ നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനവും ഹോളിഡേ തിയേറ്റർ ഉദ്ഘാടനവും വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സ്കൂൾ അങ്കണത്തിൽ നടന്നു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമചന്ദ് നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹോളിഡേ തിയേറ്റർ കലാപഠന കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഉഷാദേവിയും നിർവഹിച്ചു. SSA പ്രൊജക്ട് ഓഫീസർ K വത്സൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോഴിക്കോട് സിറ്റി ഉപജില്ലാ AEO E ശ്യാമള യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രൻ മാസ്റ്റർ, വേണു മാസ്റ്റർ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ CK രാധാകൃഷ്ണൻ, C മല്ലിക, രമേശ് കാവിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ CK രേണുകാദേവി അധ്യക്ഷം വഹിച്ചു. വായനയുടെയും അറിവിന്റെയും പുസ്തകങ്ങളുടെയും ആഘോഷം കുട്ടികളിൽ അറിവിന്റെ പുതിയ അക്ഷരകൂടാരം ഉയർത്താൻ സഹായിക്കുമെന്ന് MT വാസുദേവൻ നായർ. പറമ്പിൽ കടവ് MAM UP സ്കൂളിൽ അക്ഷരകൂടാരം ലൈബ്രറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നാമധേയത്തിലുള്ള പറമ്പിൽക്കടവ് MAM UP സ്കൂളിലെ ലൈബ്രറി അക്ഷരകൂടാരം MT വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും സഹകരണത്തോടെയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. MT സുഗതകുമാരി, MP വീരേന്ദ്രകുമാർ, സച്ചിദാനന്ദൻ, P വത്സല, UA ഖാദർ തുടങ്ങി ഒട്ടേറെ എഴുത്തുകാർ അവരുടെ കൃതികൾ അക്ഷരകൂടാരത്തിന് സംഭാവന നൽകി. കൂടാതെ പ്രമുഖ പുസ്തക പ്രസാധകരായ DC ബുക്സ്, മാതൃഭൂമി, ചിന്ത, ഒലിവ്, കോസ്മോ, TBS, ഗ്രീൻ ബുക്സ് എന്നിവരും അക്ഷരകൂടാരത്തിന് പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. ലൈബ്രറിക്കായി ശില്പിയും ചിത്രകാരനുമായ ഷാജു വഴിപോക്കിൽ മനോഹര ശില്പം തീർത്തു. 5 ലക്ഷം രൂപ ചിലവിട്ടാണ് ലൈബ്രറി പൂർത്തിയാക്കിയത്. ഉദ്ഘാടന ചടങ്ങിൽ കൽപ്പറ്റ നാരായണൻ അധ്യക്ഷം വഹിച്ചു. അതിഥികൾക്കുള്ള ഉപഹാരങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മഞ്ജുള നൽകി. ZA സിമി റിപ്പോർട്ട് അവതരിപ്പിച്ചു. AO K രമേശ്, PM അബ്ദുറഹിമാൻ, ഷാജു തട്ടാരക്കൽ, PP സന്തോഷ് കുമാർ, M രാമചന്ദ്രൻ, K ശോഭന, സെലിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ശില്പി ഷാജു വഴിപോക്കിനെ ആദരിച്ചു. പ്രധാനാധ്യാപകൻ KC ദേവാനന്ദൻ സ്വാഗതവും കൺവീനർ P രജീഷ് കുമാർ നന്ദിയും പറഞ്ഞു. പയ്യോളിയിൽ BMS പ്രവർത്തകൻ മനോജ് കൊല ചെയ്യപ്പെട്ട കേസിൽ തങ്ങൾ നിരപരാധികളാണെന്ന് അജിത് കുമാർ, ജിതേഷ്, ബിജു, നിസാം, നിതീഷ്, പ്രിയേഷ് എന്നിവർ പറഞ്ഞു. ഇത് തെളിയിക്കാൻ നുണ പരിശോധന നടത്തണമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏകദേശം നീതിപീഠങ്ങൾക്ക് വരെ അറിയാവുന്ന ഒരു വസ്തുതയാണ് ഈ കേസിൽ പയ്യോളി CI, അതേപോലെ തന്നെ പയ്യോളിയിലെ CPMലെ ചില നേതാക്കൾ ഗൂഢാലോചന നടത്തി കളിച്ച ഒത്തുകളിയുടെ ഇരയാവുകയായിരുന്നു ശരിക്കും ഞങ്ങൾ. ചേളന്നൂർ 8-2 കനാൽ സൈഫൺ ഔട്ട്ലെറ്റിന് സമീപം കിണർ നിർമ്മാണം പുരോഗമിക്കുന്നു. 7 മീറ്റർ ഉയരവും 1.5 മീറ്റർ വ്യാസവുമുള്ള കിണറാണ് നിർമ്മിക്കുന്നത്.
രണ്ടാഴ്ചക്കകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ചേളന്നൂർ 8-2 സമീപം തകർന്ന കനാൽ സൈഫണിന് സമീപത്തായുള്ള കിണർ നിർമ്മാണം പുരോഗമിക്കുന്നു. അടിഭാഗത്തെ കോൺക്രീറ്റിനു ശേഷം മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി. 7 മീറ്റർ ഉയരവും 1.5 മീറ്റർ വ്യാസവുമുള്ള കിണർ നിർമ്മാണം 10 ദിവസത്തിനകം പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. തകർന്ന കനാൽ സൈഫണിന്റെ ഔട്ട്ലെറ്റിനോട് ചേർന്ന ഭാഗം പൂർണ്ണമായും പൊളിച്ചുമാറ്റി. ഏകദേശം 20 മീറ്റർ നീളത്തിൽ പുതിയ കനാൽ നിർമ്മിക്കാനാണ് പദ്ധതി. ഇതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കി ഇതിലൂടെ കനാൽ വെള്ളം തുറന്നുവിടാൻ കഴിയുമെന്ന് അധികൃതർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. ചേളന്നൂർ 8-2 സമീപം തകർന്ന കനാൽ സൈഫണിന്റെ ഔട്ട്ലെറ്റ് നന്നാക്കുന്നതുവരെ താൽക്കാലികമായി വെള്ളം നൽകാനായി തയ്യാറാക്കിയ പദ്ധതി ഇതോടെ ഉപേക്ഷിച്ചു. 50 HP മോട്ടോർ ഉപയോഗിച്ച് 300 മീറ്റർ ദൂരെ നിന്ന് കനാൽ വെള്ളം പമ്പ് ചെയ്ത് സൈഫൺ ഔട്ട്ലെറ്റ് കഴിഞ്ഞ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കാമെന്ന തരത്തിലായിരുന്നു പദ്ധതി തയ്യാറാക്കിയത്. ഇങ്ങനെ കൊണ്ടുവരാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും വൻതുക ചിലവ് വരുന്നതും കണക്കാക്കിയാണ് പദ്ധതി ഉപേക്ഷിച്ചത്. വാർത്തകൾ ചുരുക്കത്തിൽ. മുതിർന്ന പത്രപ്രവർത്തകൻ PV അഹമ്മദ് കോയ രചിച്ച നിങ്ങൾ സത്യം അറിയണമെന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് V അശോകൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വാരിദൂറിന് പുസ്തകം നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ PV അഹമ്മദ് കോയ, K അഹമ്മദ് റസാഖ് എന്നിവരും പങ്കെടുത്തു. നാദാപുരം മാനവികതയുടെ പുതിയ പ്രതീക്ഷകൾ ഏറ്റുവാങ്ങുകയാണ്. ഇനിയൊരു കൊലപാതകം നടക്കരുത് എന്നും ഇനിയൊരു കലാപം ഉണ്ടാവരുത് എന്നും ആഗ്രഹിക്കുന്ന സമാന ചിന്താഗതിക്കാരുടെ സമന്വയത്തിലാണ് മാനവികം സംഘടിപ്പിക്കുന്നത്. മാർച്ച് 22-ന് പുറമേരി KR ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന സാംസ്കാരിക സദസ്സോടെ മാനവികത്തിന് ഔപചാരികമായി ആരംഭം കുറിക്കും. തുടർന്ന് വിവിധ ഘട്ടങ്ങളിൽ നടത്തപ്പെടുന്ന പരിപാടികളിലൂടെ കൂടിച്ചേരലിന്റെയും ഐക്യപ്പെടലിന്റെയും അവസരങ്ങൾ ഒരുക്കി മാനവികം തുടർ പ്രക്രിയയായി മാറുമെന്നും സംഘാടകർ പറഞ്ഞു. സ്നേഹം പകരം വയ്ക്കാം, അതിരുകൾ മായ്ച്ചു കളയാമെന്നതാണ് മാനവികം പരിപാടിയുടെ സന്ദേശം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിജിമോൾ MLAക്കെതിരെ KC അബുവിന്റെ പരാമർശം വിവാദത്തിലേക്ക്. പ്രതിഷേധവുമായി ഇടതു സംഘടനകൾ. നിയമങ്ങൾ കാറ്റിൽ പറത്തി കടൽ തീരത്ത് വാണിജ്യ പ്രദർശന പന്തൽ. വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും നിർമ്മാണം തുടരുന്നു. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണം സാമ്പത്തിക വർഷാവസാന ദിവസങ്ങളിൽ തടസ്സപ്പെടുത്തുന്ന സമീപനം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.